കൂട്ടുകാരെ നമ്മൾ ഇരുട്ടിൽ ശ്രീ മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളത് ഒരുപാട് നാളത്തെ ആഗ്രഹം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി വിശേഷം പിന്നെ. മാമാനിക്കുന്ന് അമ്പലത്തിലെ പ്രധാന വഴിപാടാണ് മറികൊത്തൽ. അപ്പോൾ മറികൊത്താൻ ആവശ്യമായ തേങ്ങ നമ്മൾ എടുത്ത് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കൊളക്കടവിലേക്കാണ് പോകുന്നത്. അപ്പോൾ കാല് കഴുകി, കൈ കഴുകി, മുഖം കഴുകി, തേങ്ങ ഒന്ന് കഴുകി എടുക്കണം. കുളമാണിത്, അമ്പലക്കുളമാണിത്. നല്ല ഭംഗിയിലെ കുളം അല്ലേ, നല്ല കളറ്, നല്ല നീല നിറത്തിലല്ലേ. അപ്പോൾ നമ്മൾ ഈ 3 തേങ്ങ കണ്ണനും ഏട്ടനും എനക്കും കൂടിയാണ്. നമ്മൾ മനസ്സ് തുറന്ന് ഭഗവതി അമ്മേനെ വിളിച്ചാൽ തീർച്ചയായും കേൾക്കുന്ന ഒരു ദേവീക്ഷേത്രമാണ്. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് അച്ചട്ടായി നടക്കുന്നൊരു ക്ഷേത്രമാണ്, ശക്തിയുള്ള ക്ഷേത്രമാണ്. അപ്പോൾ ഒട്ടനേകം സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഈ ഒരു വഴിപാട്, ഈ മറികൊത്തൽ എന്ന വഴിപാട് കഴിക്കാൻ തന്നെ വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ക്ഷേത്രത്തിൽ തൊഴുത്ത് വന്നതിന് ശേഷം പായസം കഴിപ്പിച്ചതാണ്. അപ്പോൾ അരവണ പായസം പോലത്തെ ഒരു പായസമാണിതും. അപ്പോൾ ഉച്ചയ്ക്ക് സാമ്പാറും പയറുകറിയും അച്ചാറൊക്കെ കൂട്ടി നല്ല അടിപൊളി ഭക്ഷണം. അതിനുശേഷം നല്ല പായസം ഉണ്ട്. അപ്പോൾ അമ്പൂട്ടൻ്റെ ഇലയിൽ പായസമൊക്കെ വെച്ചിട്ട് അമ്പൂട്ടൻ്റെ ഇലയെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ തരൂലെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കണ്ണനും അമ്പൂട്ടനും എന്തെങ്കിലും കളിപ്പാട്ടം വേണം. കണ്ണൻ ഇത്രയും വയസ്സായിട്ട് എന്തെങ്കിലും കണ്ടാൽ വേണം നിർബന്ധമാണ്. അമ്പൂട്ടനും വേണം. അമ്പൂട്ടന് അത്ര നിർബന്ധമില്ല. ഒരു താറാവിനെല്ലാം വാങ്ങി. അപ്പോൾ എന്താ പറയല്, നല്ല എന്താ പറയുക, ഒരു സന്തോഷം തന്നെ ഉണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിൽ വന്ന്. അപ്പോൾ ഞാനും ഏട്ടന് വെറുതെ ഇരുന്നില്ല. അപ്പോൾ കണ്ണനൊരു വീഡിയോയിലെടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഇല്ലു. ടാറ്റ.